ഭൂരിപക്ഷ വോട്ട് ഏകീകരണം എന്ന് പറഞ്ഞ BJP മുമ്പോട്ട് വയ്ക്കുന്ന അജണ്ടയ്ക്ക് സഹായകമാകുന്നതല്ലേ ഇത്തരം? കേരളത്തിൻ്റെ അനുഭവം ചൂണ്ടിക്കാണിക്കുന്നത് എങ്ങനെയാണ് ഭൂരിപക്ഷ വോട്ട് കേന്ദ്രീകരിക്കലാവുക? അത് ഒരു ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായി നിലകൊള്ളുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രചരണ രീതിയാണ്. ആ പ്രചരണത്തിലൂടെ അവരുദ്ദേശിക്കുന്നത് ഞങ്ങൾക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ അത് ഭൂരിപക്ഷ വർഗീയതയുടെ പ്രകടനമാണ് എന്ന് സ്ഥാപിക്കലാണ്. ഞങ്ങളങ്ങനെ കാണുന്നില്ല. ഞങ്ങൾ ഭൂരിപക്ഷ ഏത് വർഗീയതയെ പറയുമ്പോഴും ആ വർഗീയതയാണ് എതിർക്കുന്നത്, ഒരു ജനവിഭാഗത്തെയല്ല. ഇപ്പോൾ RSSനെ എതിർക്കുന്നു, ഞങ്ങൾ ഹിന്ദുക്കളെയാണോ എതിർക്കുന്നത്? ജമാഅത്തെ ഇസ്ലാമി എതിർക്കുന്നു, മുസ്ലിമിനെയാണോ എതിർക്കുന്നത്? SDP എതിർക്കുന്നു, മുസ്ലിമിനെയാണോ എതിർക്കുന്നത്? അപ്പോൾ വർഗീയ നിലപാടുകൾ സ്വീകരിക്കുന്നവരാരാണോ അവരെ ഞങ്ങൾ എതിർക്കുന്നു. ജനവിഭാഗങ്ങളെന്ന് കണ്ടുകൊണ്ട് തന്നെ ഉള്ള സമീപനം ഞങ്ങൾ സ്വീകരിക്കുന്നു. എല്ലാ ജനവിഭാഗങ്ങളെയും എടുത്തോ, ഭൂരിപക്ഷ ജനവിഭാഗമായാലും ന്യൂനപക്ഷ ജനവിഭാഗമായാലും ആ ജനവിഭാഗങ്ങളിലെല്ലാമുള്ള മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ഇവർക്ക് വളരെ ചെറിയ സ്വാധീനമുള്ളൂ ഈ വർഗീയ ശക്തികൾക്ക്. ആ വർഗീയത നാടിന് വലിയ ആപത്താണ് എന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. ഇപ്പോൾ അത് തിരിച്ചറിയാൻ UDFന് കഴിയുന്നില്ല. അതാണ് പ്രശ്നം.